ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 9. രാജവിദ്യ രാജഗുഹ്യ യോഗം. ശ്ലോകം 1, പേജ് നമ്പർ 465. ശ്രീഭഗവാനുവാച ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. പദാനുപദം. ശ്രീ ഭഗവാനുവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, ഗുഹ്യതമം അതിരഹസ്യമായ, വിജ്ഞാനസഹിതം സാക്ഷാത്കരിച്ച ജ്ഞാനത്തോടെ, ഇദം ഈ, ജ്ഞാനം തു ജ്ഞാനത്തെയാകട്ടെ, അനസൂയവേ അസൂയാരഹിതനായ, തേ നിനക്കായിട്ട്, പ്രവക്ഷ്യാമി ഞാൻ പറഞ്ഞു തരാം, യത് യാതൊന്നിനെ, ജ്ഞാത്വാ അറിഞ്ഞിട്ട്, അശുഭാത് അശുഭങ്ങളായ ഭൗതികതയിൽ നിന്ന്, മോക്ഷ്യസേ നീ മുക്തനാകും. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നീ ഒരിക്കലും എന്നിൽ അസൂയാലുവായിട്ടില്ല. അതിനാൽ അതീവ രഹസ്യമായ ഈ ജ്ഞാനവും വിജ്ഞാനവും നിന്നെ ഗ്രഹിപ്പിക്കാം. ഇതറിഞ്ഞാൽ ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്ന് നീ മുക്തനാകും. ഭാവാർത്ഥം. ഒരു ഭക്തൻ ഭഗവാനെക്കുറിച്ച് എത്രയേറെ കേൾക്കുന്നുവോ അത്രയേറെ ബോധവാനായി തീരും. ഭാഗവതത്തിൽ ഈ വിഷയം ഇങ്ങനെ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഭഗവത് സന്ദേശങ്ങളിൽ കണക്കറ്റ ശക്തികൾ ഉൾക്കൊള്ളുന്നു. ഭക്തന്മാർക്ക് ഭഗവാനെക്കുറിച്ച് പരസ്പരം സംഭാഷണം ചെയ്യുന്നതുകൊണ്ട് ഈ വൈഭവങ്ങളെ സ്വയം സാക്ഷാത്കരിക്കാം. വിദ്യാവിചക്ഷണന്മാരുടെയോ ഊഹാപോഹ തത്പരരുടെയോ സംഘത്താൽ ഇത് സാധ്യമല്ല. കാരണം ഇത് സാക്ഷാത്കരിക്കപ്പെട്ട ജ്ഞാനമാണെന്നതുതന്നെ. ഭക്തന്മാർ സദാ ഭഗവത് സേവനത്തിൽ വ്യാപൃതരായിരിക്കുന്നു. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും മനോഭാവവും ആത്മാർത്ഥതയും ഭഗവാൻ അറിയാവുന്നതുകൊണ്ട് ഭക്തന്മാരുടെ സത്സംഗത്തിലൂടെ തന്നെക്കുറിച്ചുള്ള ശാസ്ത്രം
മനസ്സിലാക്കുവാനുള്ള ബുദ്ധിശക്തി അവർക്ക് അദ്ദേഹം നൽകുന്നു. കൃഷ്ണനെക്കുറിച്ചുള്ള സംവാദം പ്രഭാവപൂർണമത്രേ. അതിനവസരം കിട്ടിയ ഭാഗ്യവാൻ താൻ നേടിയ ജ്ഞാനത്തെ ശരിക്കും ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ആധ്യാത്മിക സാക്ഷാത്കാരത്തിലേക്ക് മുന്നേറും. പ്രബലമായ തൻ്റെ സേവന കർമ്മത്തിൽ കൂടുതൽ ഉന്നത പദങ്ങളിലെത്തുവാൻ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ പ്രേരിപ്പിക്കുകയാണ് ഈ അധ്യായത്തിൽ. ഇതേവരെ പറഞ്ഞിട്ടുള്ളവയേക്കാൾ രഹസ്യങ്ങളായ വിഷയങ്ങൾ ഉപദേശിച്ചുകൊണ്ട് ഭഗവദ്ഗീതയുടെ ആദ്യാധ്യായം തന്നെ ഈ കൃതിക്ക് ഏതാണ്ടൊരു ആമുഖം മാത്രമാണ്. 2ഉം 3ഉം അധ്യായങ്ങളിൽ വിവരിക്കപ്പെട്ട ആധ്യാത്മിക ജ്ഞാനം രഹസ്യമായതാണ്. 7ഉം 8ഉം വിശേഷിച്ചും ഭക്തിസേവനത്തോട് ബന്ധപ്പെട്ടതും കൃഷ്ണാവബോധത്തെപ്പറ്റി അറിവു നൽകുന്നതുകൊണ്ട് അത് രഹസ്യതരമെന്ന് പറയപ്പെടുന്നു. 9ാം അധ്യായത്തിലെ വിഷയമാകട്ടെ കലർപ്പറ്റ ഭക്തിയാണ്. തന്മൂലം അതിനെ അതീവ രഹസ്യമെന്ന് പറയുന്നു. കൃഷ്ണനെപ്പറ്റി അതീവ രഹസ്യമായ ജ്ഞാനമുള്ള ഒരാൾ സ്വാഭാവികമായും ഇന്ദ്രിയാതീതനായിരിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിലും അയാൾക്ക് ഭൗതിക ക്ലേശങ്ങൾ ഉണ്ടാവില്ല. പ്രേമയുത ഭഗവത് സേവനം ചെയ്യാൻ നിർവ്യാജമായി ആഗ്രഹിക്കുന്ന ഭക്തൻ ഭൗതിക ജീവിതത്തിൻ്റെ പരിമിതികൾക്കുള്ളിലായിരിക്കാം. എങ്കിലും അയാളെ മുക്തനെന്നു തന്നെ കരുതാമെന്ന് ഭക്തിരസാമൃത സിന്ധു പ്രസ്താവിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ മുക്തനാണെന്ന് ഭഗവദ്ഗീത 10ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ 1ാം ശ്ലോകത്തിന് ഒരു സവിശേഷതയുണ്ട്. ഇദം ജ്ഞാനം, ഈ അറിവ് എന്നതുകൊണ്ട് ശുദ്ധമായ ഭക്തിയുത സേവനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. 9 വിധം പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സേവനം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിവയാണവ. ഈ 9ഉം അനുഷ്ഠിക്കുന്നവൻ ആധ്യാത്മികാവബോധ തലത്തിലേക്ക്, കൃഷ്ണാവബോധത്തിലേക്ക് ഉയരും. അങ്ങനെ ഹൃദയത്തിലെ ഭൗതിക കൽമഷങ്ങൾ നീങ്ങിക്കഴിഞ്ഞ ഒരാൾക്ക് ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചുള്ള ശാസ്ത്രം സുഗ്രാഹ്യമായി തീരും. ജീവസത്ത ഭൗതികമല്ലെന്നു മാത്രം മനസ്സിലാക്കിയതുകൊണ്ടായില്ല. ആധ്യാത്മിക സാക്ഷാത്കാരത്തിൻ്റെ ആരംഭമായിരിക്കും അത്. ശാരീരിക പ്രവർത്തനങ്ങൾക്കും താൻ ഈ ശരീരമല്ലെന്ന ബോധം വന്ന ഒരാളുടെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമെന്നും അറിയേണ്ടതുണ്ട്. ഭഗവാന്റെ വിഭൂതികൾ, വ്യത്യസ്ത ശക്തികൾ, അധമോത്തമ പ്രകൃതികൾ എന്നിവയെക്കുറിച്ചും ഭൗതികമായ ഈ ദൃശ്യപ്രപഞ്ചത്തെക്കുറിച്ചും 7ാം അധ്യായത്തിൽ വിവരിച്ചു കഴിഞ്ഞു. ഈ അധ്യായത്തിൽ ഭഗവത് വൈഭവങ്ങളെപ്പറ്റി പറയുന്നു. അനസൂയവേ എന്ന ഈ പദ്യത്തിലെ സംസ്കൃത പദം ഇവിടെ വളരെ പ്രാധാന്യമുള്ളതാണ്. പൊതുവെ എല്ലാ വ്യാഖ്യാതാക്കളും, അവർ പണ്ഡിതരായിരുന്നാലും കൂടി, പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനിൽ അസൂയാലുക്കളാണ്. വിദഗ്ധ പണ്ഡിതന്മാർ കൂടി ഭഗവദ്ഗീതയെ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. കൃഷ്ണനിൽ അസൂയാലുക്കളായതുകൊണ്ട് അവരുടെ വ്യാഖ്യാനം നിഷ്പ്രയോജനങ്ങളാണ്. ഭഗവത് ഭക്തന്മാരുടെ വ്യാഖ്യാനങ്ങൾ മാത്രമേ നിർവ്യാജമായിട്ടുള്ളൂ. കൃഷ്ണനിൽ അസൂയാലുവായ ആർക്കും ഭഗവദ്ഗീതയ്ക്ക് ശരിയായ ഭാഷ്യമെഴുതാൻ സാധിക്കുകയോ കൃഷ്ണനെ പറ്റിയുള്ള ജ്ഞാനം പകർന്നുകൊടുക്കാൻ സാധിക്കുകയോ ഇല്ല. ഭഗവാനെ ശരിക്കും മനസ്സിലാക്കാതെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ വിമർശിക്കുന്നവർ വിഡ്ഢികളാണ്. തന്മൂലം അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളെ ശ്രദ്ധാപൂർവം ഒഴിവാക്കണം.
കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നും പവിത്രവും അഭൗതികവുമായ വ്യക്തിത്വം ഉൾക്കൊള്ളുന്നവനാണെന്നും മനസ്സിലാക്കുന്നവർക്ക് ഈ അധ്യായങ്ങൾ ഉപയോഗപ്രദമായിരിക്കും. ഹരേ കൃഷ്ണ.